ഗീതം. പ്രപഞ്ചവീണയിൽ പ്രതിഭയുണർന്നു, പ്രണവധ്വനി ഉയർന്നു. വിശ്വചൈതന്യം വിളക്കു തെളിച്ചു, വിണ്ണിൽ പ്രഭ പരന്നു. വിണ്ണിൽ പ്രഭ പരന്നു. പ്രപഞ്ചവീണയിൽ പ്രതിഭയുണർന്നു, പ്രണവധ്വനി ഉയർന്നു. പ്രകൃതി തൻ വേദിയിൽ ഹൃദയപത്മങ്ങളാൽ അർച്ചന ചെയ്തിടുമ്പോൾ, പ്രകൃതി തൻ വേദിയിൽ ഹൃദയപത്മങ്ങളാൽ അർച്ചന ചെയ്തിടുമ്പോൾ, വാണിയാം സുകൃതം അരുളേണമേ, ഈണത്തിൻ സ്വരമഴ പൊഴിയണമേ. വാണിയാം സുകൃതം അരുളേണമേ, ഈണത്തിൻ സ്വരമഴ പൊഴിയണമേ. ഇരുളിൽ തെളിയും പൊരുളേ, കരളിൽ നിറയും കാരുണ്യമേ. ഇരുളിൽ തെളിയും പൊരുളേ, കരളിൽ നിറയും കാരുണ്യമേ. പ്രപഞ്ചവീണയിൽ പ്രതിഭയുണർന്നു, പ്രണവധ്വനി ഉയർന്നു. നമസ്കാരം. പ്രതിഭാ ഹൃദയവാണിയുടെ മറ്റൊരു പ്രക്ഷേപണത്തിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1196 കുംഭം 9 2021 ഫെബ്രുവരി 21 ഞായറാഴ്ച. എല്ലാ ശ്രോതാക്കൾക്കും ഒരു ശുഭദിനം നേരുന്നു. സമയം പരിമിതമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ജീവിതം ജീവിച്ച് അതിനെ പാഴാക്കരുത്. സ്റ്റീവ് ജോബ്സിന്റെ ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ജസീല മഞ്ചേരി. സാങ്കേതിക സഹായം ശബ്ദമിശ്രണം ശ്രീ സജു ബാലരാമപുരം. ചിത്ര സംയോജനം മുഹമ്മദ് ആഷിഖ് കാക്കോട്. നിർവഹണം ശ്രീ മറിയാപ്പള്ളി എൻ ഗോപകുമാർ, ഡോക്ടർ ബീന കൃഷ്ണൻ. ഇന്നത്തെ ചോദ്യം: 3G സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി. 3G സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രക്ഷേപണത്തിൻ്റെ അവസാന ഭാഗത്ത് കേൾക്കാം. പരിപാടികളിൽ ആദ്യം ഒരു ഭക്തിഗാനം. ദിവ്യദാനങ്ങൾ നൽകും ആത്മാവേ എന്നാരംഭിക്കുന്നു. ആലപിക്കുന്നവർ ശ്രീ ഷൈവർഗീസ് തൊടുപുഴ, കുമാരി രാജി ജോൺ കോട്ടയം.
ദിവ്യദാനങ്ങൾ നൽകും ആത്മാവേ, സ്നേഹരിൽ നിറഞ്ഞ അഗ്നിനാളമേ, യേശുനാഥനരുളിയ വാഗ്ദാനമേ, വന്നു നിറയണമേ ദാസരിൽ. ഓ സഹായക, ഓ ശക്തിദായക, അഭിഷേകമായി വന്നു നിറയണമേ. നിന്ദാനവരങ്ങളാൽ നിറയാം ഈ ദാസരിൽ അഭിഷേകമേകണമേ. ഓ സഹായക, ഓ ശക്തിദായക, അഭിഷേകമായി വന്നു നിറയണമേ. നിന്ദാനവരങ്ങളാൽ നിറയാം ഈ ദാസരിൽ അഭിഷേകമേകണമേ. അനുതാപമേകും ആത്മചൈതന്യമേ, അകതാരിലണയൂ വരമഴയായി. അനുതാപമേകും ആത്മചൈതന്യമേ, അകതാരിലണയൂ വരമഴയായി. ഉണർവിൻ ശക്തിയായി ഉൾബലമേകുന്ന വരദായക വന്നു നിറയണമേ. ഉണർവിൻ ശക്തിയായി ഉൾബലമേകുന്ന വരദായക വന്നു നിറയണമേ. ഓ സഹായക, ഓ ശക്തിദായക, അഭിഷേകമായി വന്നു നിറയണമേ. നിന്ദാനവരങ്ങളാൽ നിറയാം ഈ ദാസരിൽ അഭിഷേകമേകണമേ. സുവിശേഷമേകാൻ സഭയെ നയിക്കാൻ നിത്യസഹായക വന്നണയൂ. സുവിശേഷമേകാൻ സഭയെ നയിക്കാൻ നിത്യസഹായക വന്ദനയൂ. ആദിമസഭയിൽ സ്നേഹാഗ്നിയായി വന്ന സ്നേഹസ്വരൂപ നിറയണമേ. ആദിമസഭയിൽ സ്നേഹാഗ്നിയായി വന്ന സ്നേഹസ്വരൂപ നിറയണമേ. ഓ സഹായക, ഓ ശക്തിദായക, അഭിഷേകമായി വന്നു നിറയണമേ. നിന്ദാനവരങ്ങളാൽ നിറയാം ഈ ദാസരിൽ അഭിഷേകമേകണമേ. ദിവ്യദാനങ്ങൾ നൽകും ആത്മാവേ, ശ്രീഹരിൽ നിറഞ്ഞ നിനാളമേ, യേശുനാഥനരുളിയ വാഗ്ദാനമേ, വന്നു നിറയണമേ ദാസരിൽ. ഓ സഹായക, ഓ ശക്തിദായക, അഭിഷേകമായി വന്നു നിറയണമേ.
കേട്ടത് ഭക്തിഗാനം. ആലപിച്ചത് ശ്രീ ഷൈവർഗീസ് തൊടുപുഴ, കുമാരി രാജി ജോൺ കോട്ടയം. മിഴികൾ തിരയും നന്മകൾ മൊഴിയായി പകരും പക്ഷി പോൽ, അറിയുമ്പോൾ മധുരം, കേൾക്കുമ്പോൾ അതിമധുരം. ഇരവിലും പകലിലും സ്വരമായി പൊഴിയാൻ പ്രതിഭാ ഹൃദയവാണി. വിനോദവും വിജ്ഞാനവും നിങ്ങളുടെ കാതുകളിൽ പ്രതിഭാ ഹൃദയവാണിയിലൂടെ. പുലരി മഴതൻ ഈണമായി തഴുകിയൊഴുകും തെന്നലായി, കനവിലും നിലവിലും കണിയായി പ്രതിഭാ ഹൃദയവാണി. മാറുന്ന കാലത്തിനൊപ്പം മാറ്റത്തിന്റെ ശബ്ദമായി പ്രതിഭാ ഹൃദയവാണി. പ്രതിഭാ ഹൃദയവാണി. പ്രതിഭാസല്ലാപം വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. പ്രതിഭാസല്ലാപത്തിൽ ഇന്ന് മദർ ടച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്റർ കോഓർഡിനേറ്ററും സൈക്കോ തെറാപ്പിസ്റ്റുമായ ശ്രീമതി ഷീബ വർക്കലയുമായി ഡോക്ടർ ബീന കൃഷ്ണൻ, ശ്രീ സജു ബാലരാമപുരം എന്നിവർ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ 3-ാം ഭാഗം കേൾക്കാം. തയ്യാറാക്കിയത് ഡോക്ടർ ബീന കൃഷ്ണൻ. നമസ്കാരം. പ്രതിഭാസല്ലാപം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ഞാൻ ഡോക്ടർ ബീന കൃഷ്ണൻ, എന്നോടൊപ്പം ഞാൻ സജു ബാലരാമപുരം. കഴിഞ്ഞ 2 ആഴ്ചകളിലായി മദർ ടച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്റർ കോഓർഡിനേറ്ററും സൈക്കോ തെറാപ്പിസ്റ്റുമായ ശ്രീമതി ഷീബ വർക്കലയുടെ വിശേഷങ്ങളാണ് പ്രതിഭാസല്ലാപത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ശിവ ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ശിവ ചേച്ചിയെ പ്രതിഭാസല്ലാപം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. നമസ്കാരം ശിവ ചേച്ചി. നമസ്കാരം ബീന. നമസ്കാരം സജു. ഹൃദയവാണിയുടെ ഒരുപാട് ശ്രോതാക്കൾ എന്നെ നേരിട്ട് വിളിക്കുകയും മെസ്സേജിലൂടെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ടും സ്നേഹവും, എൻ്റെയും സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ മദർ ടച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്റർ എങ്ങനെയാണ് രൂപപ്പെട്ടത് അതിനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്, അല്ലേ സജു? തീർച്ചയായും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. തീർച്ചയായും. എങ്ങനെയാണ് മദർ ടച്ച് എന്ന സ്ഥാപനത്തിലേക്ക് എത്തിയത്, അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഒന്ന് പങ്കുവച്ചാലോ? മദർ ടച്ചിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ ശരിക്കും എറണാകുളത്ത് നിന്ന് വർക്കലയിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒന്നും തന്നെ തീരുമാനിച്ചിരുന്നില്ല. ആ കവി പാടും പോലെ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരിക്കും മർത്യം. പാവം ഈ മനുഷ്യ സ്ത്രീ കഥ എന്തറിഞ്ഞു? ഞാൻ ആലോചിച്ചു. ആ പ്രകൃതി ശക്തിയോട് ഞാൻ ചോദിച്ചു, ആ അനന്തമജ്ഞാതം അവർണ്ണനീയ ശക്തിയോട് എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷണം ചെയ്യുന്നു, എന്തിനെന്നെ ഇങ്ങനെ പദം വരുത്തുന്നു? അപ്പോൾ ആ ശക്തി എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു, നിനക്ക് ചുറ്റും പ്രകൃതിയുടെ വികൃതികൾ ഇനിയും ഒരുപാടുണ്ട്. നീ നോക്കൂ, ചുറ്റിലും നോക്കൂ. നിന്റെ സ്നേഹം അർഹിക്കുന്ന, നിനക്ക് സ്നേഹിക്കാനുള്ള കുറേ ആൾക്കാർ നിനക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയാണ് ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളെ അവരെ പരിചയപ്പെടാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. ഓ, അത് ശരി. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ, അവരെ പെറ്റ അമ്മമാർ എന്നോട് ചേരുകയും ഞാൻ അവരോട് ചേരുകയും നമ്മൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് മദർ ടച്ച് രൂപപ്പെടുകയുമാണ് ഉണ്ടായത്. അതങ്ങനെ അങ്ങ് സംഭവിക്കുകയായിരുന്നു. മദർ ടച്ചിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ആരൊക്കെ ചേർന്നാണ് അത് നടത്തുന്നത്, അതിന്റെ പാഠ്യപദ്ധതി തയ്യാറാക്കുന്ന വിധം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? മദർ ടച്ചിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പാഠ്യപദ്ധതിയുണ്ട്, സിലബസ് ഉണ്ട്. അത് ഞങ്ങൾ തന്നെ തയ്യാറാക്കിയതാണ്. പിന്നെ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം, അതായത് ഡോക്ടേഴ്സ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സൈക്കോ തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഒപ്പം കലാകാരന്മാർ, അതായത് മ്യൂസീഷ്യൻസ്, അതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് രംഗത്തൊക്കെ ഇവർക്ക് പടം വരയ്ക്കാനോ അല്ലെങ്കിൽ മറ്റ് ഇതര പ്രവർത്തനങ്ങളോ ഒക്കെ ചെയ്യാനുള്ള കഴിവുകൾ വികസിപ്പിക്കുക. ഇങ്ങനെ അത് വോളണ്ടറി സർവീസായിട്ടും പിന്നെ ജോലിയായിട്ട് വന്ന് ജോയിൻ ചെയ്ത സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും മറ്റുള്ള തെറാപ്പിസ്റ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അവരെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. അത് ശരി. തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് മൾട്ടി ഡിസിപ്ലിനറി ടീമിനെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ ഒരു പുതിയ അറിവ് തന്നെയായിരിക്കും.
ശരിക്കും ഈ പാഠ്യപദ്ധതിയിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? പ്രധാനമായിട്ടും കുട്ടികളുടെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും എന്ന് കരുതുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാമോ? പാഠ്യപദ്ധതിയെ പറ്റി പറയുമ്പോൾ ശരിക്കും ഞങ്ങളിവിടെ ഊന്നൽ കൊടുക്കുന്നത് അവരുടെ ഡെയിലി ലിവിങ് സ്കിൽസ് ആണ്. അത് ശരി. ദൈനംദിന പ്രവൃത്തികൾ, തനിയെ തന്നെ ആഹാരം കഴിക്കുക, വസ്ത്രം അണിയുക, കുളിക്കുക, പല്ല് തേക്കുക, മറ്റുള്ള സമൂഹത്തോട് എങ്ങനെ ഇടപഴകണമെന്ന് പഠിക്കുക, വൃത്തിയും ശുദ്ധിയും ശീലിക്കുക, ദൈനംദിന ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ മറ്റ് സപ്പോർട്ടുകൾ ഇല്ലാതെ തനിയെ തന്നെ ചെയ്യാനും, സമൂഹത്തിൽ അവരവരുടെ കാര്യങ്ങൾ അവരവർക്ക് വേണ്ടതും സമൂഹത്തോട് ഇഴുകി ചേരാനുള്ള പരിശ്രമവും അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ അവരെ പരിശ്രമിക്കുന്നത്. അത് ശരി. ശരിക്കും ഇത്തരം കുട്ടികളുടെ അമ്മമാർ എപ്പോഴും അവരുടെ ആശങ്ക പങ്കുവെക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മരണശേഷം കുട്ടികളുടെ സ്ഥിതി എന്താകും, അവർക്ക് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെടുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത്തരം ട്രെയിനിങ് അവർക്ക് കുട്ടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്ന് കരുതുന്നു. ഈ ഒരു കാര്യത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് അത് വളരെ വലുതായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? രക്ഷിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. ശരിക്കും രക്ഷിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. ഇവിടെ ഞങ്ങളുടെ പഠന രീതി എന്ന് പറയുമ്പോൾ ഞങ്ങൾ 1-2 രക്ഷിതാക്കളെ ദിവസവും നമ്മുടെ ദൈനംദിന പരിപാടികളിൽ ഉൾപ്പെടുത്താറുണ്ട്. അവരുടെ സൗകര്യമനുസരിച്ച് മാറി മാറി ഓരോരോ രക്ഷിതാക്കൾ ഞങ്ങളോടൊപ്പം ചേരുകയും അവരിവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും മനസ്സിലാക്കുകയും കുഞ്ഞുങ്ങളിവിടെ 5-6 മണിക്കൂറാണ് ഉണ്ടാവുക. അങ്ങനെയാണോ? ഇതൊരു പകൽ വീട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഇവരുടെ ഒരു ഫോളോ അപ്പ് വേണമെങ്കിൽ ഇവർ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഞങ്ങൾ ഇവിടെ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കൂടി ഞങ്ങൾ ഇതിൽ ചേർക്കാറുണ്ട്. എപ്പോൾ വേണമെങ്കിലും രക്ഷിതാക്കൾക്ക് വരികയും അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഇതൊരു കുടുംബം പോലെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒരു ജാതി മതഭേദമന്യേ മതസൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കാണണമെങ്കിൽ നിങ്ങൾ മദർ ടച്ചിൽ വന്ന് കാണണം. അപ്പോഴേ ഞങ്ങളുടെ ആ സ്നേഹം കൊണ്ടും കൊടുത്തും സ്നേഹിച്ച് ഞങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. രക്ഷിതാക്കൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന അനുഭവം കുട്ടികളെ വീട്ടിൽ പരിചരിക്കുന്നതിന് സഹായകമാകും എന്ന് കരുതാം. മാത്രവുമല്ല, കുട്ടികൾക്ക് ലഭിക്കുന്ന ഈ ഒരു കുടുംബാന്തരീക്ഷം അവരുടെ ശാരീരികമായും മാനസികമായുമുള്ള വളർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യും. മദർ ടച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിൽ എല്ലാ ആഘോഷങ്ങളും കൊണ്ടാടാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം കുട്ടികൾക്ക് ആഘോഷങ്ങൾ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഒരുങ്ങുക, കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ വായിച്ചിട്ടും പഠിച്ചിട്ടുമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചേച്ചിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? അതെ, ശരിക്കും എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഇവിടെ കൊണ്ടാടാറുണ്ട്. അത് വിഷു, റംസാൻ, ക്രിസ്മസ്, ഓണം, എല്ലാ ആഘോഷങ്ങളും. കൂടാതെ ഓരോ ദിനങ്ങളും ആഘോഷിക്കുന്ന ഓരോ ദിനങ്ങളും ഉണ്ടല്ലോ. റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യ ദിനം, പരിസ്ഥിതി ദിനം, അതുപോലെ വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ ഒക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. ഓരോ കുഞ്ഞുങ്ങളുടെയും ജന്മദിനങ്ങൾ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. അതുപോലെ ഓരോ ദിവസവും ആഘോഷമാക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ നമ്മൾ ആഘോഷത്തിലൂടെ തന്നെ അവരെ പലതും പഠിപ്പിക്കാറുണ്ട്. കളേഴ്സ് ഡേ അവതരിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കലെങ്കിലും ഞങ്ങൾ കളേഴ്സ് ഡേ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ അവർക്ക് കളറിനെ പറ്റി ബോധം കൊടുക്കാറുണ്ട്. ജന്മദിനം ആഘോഷിക്കുക, കളേഴ്സ് ഡേ ആഘോഷിക്കുക, ഇത്തരം ആഘോഷങ്ങളൊക്കെ തന്നെ കുട്ടികളുടെ മാനസികമായ വളർച്ചയെ സ്വാധീനിക്കും എന്ന് തോന്നുന്നു. ഈ കളേഴ്സ് ഡേ കുട്ടികളിൽ കളറിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് വളർത്താൻ സഹായിക്കും. അങ്ങനെയാണോ ഈ കളേഴ്സ് ഡേ ആഘോഷമാക്കി തുടങ്ങിയത്? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാലോ? അതെ, ഇപ്പൊ കളറിനെ പറ്റി നമ്മൾ അവർക്കൊരു ബോധം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നിറമെടുത്ത് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ ചുവപ്പ് നിറമാണ് പഠിപ്പിക്കേണ്ടതെങ്കിൽ ഞങ്ങൾ ചെമ്പരത്തിപ്പൂവ്, തെറ്റിപ്പൂവ്, അതുപോലെ ചുവന്ന കാട്, ചുവന്ന ഉടുപ്പ്, അന്ന് ചുവന്ന വസ്ത്രം ധരിച്ചു വരാൻ എല്ലാവരോടും പറയും. അപ്പൊ ആ ചുവപ്പ് എന്ന ഒരു കോൺസെപ്റ്റ് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി വെക്കും. അങ്ങനെ ചുവപ്പ് പഠിപ്പിച്ച് ചുവപ്പ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. ഈ നിറം പഠിപ്പിക്കുന്നതിന് വസ്തുക്കളെ ചേർത്ത് പഠിപ്പിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് എളുപ്പത്തിൽ ആ ഒരു കൺസെപ്റ്റ് കിട്ടാൻ കാരണമാകും എന്നാണ് തോന്നുന്നത്. ഈ പാഠ്യപദ്ധതിയിൽ കുട്ടികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളാണല്ലോ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രോഗ്രസ് അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? അതുപോലെ തന്നെ അവരുടെ ദൈനംദിന പ്രവൃത്തികൾ പ്രോഗ്രസ് ചെയ്യാനായിട്ട് അവർക്ക് ഷർട്ട് ഇടുവാൻ പഠിപ്പിക്കും, ബട്ടണിങ്, അതുപോലെ ഗ്രൂമിങ്, അവർ തനിയെ തന്നെ ഒരുങ്ങുവാൻ, അതുപോലെ തുളുമ്പാതെ തൂവാതെ വെള്ളം കുടിക്കുവാൻ, വസ്ത്രം മാറിപ്പോകാതെ മറിഞ്ഞു പോകാതെ തിരിഞ്ഞു പോകാതെ അണിയാൻ എങ്ങനെ, അതൊക്കെ രക്ഷിതാക്കൾക്കും കൂടി നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. പിന്നെ ഈറ്റിംഗ്
അതൊരു പ്രധാന കാര്യമാണ്. അടുത്തുള്ളവരുടെ അടുത്ത് നിന്ന് ഭാര്യ വലിച്ചു കഴിക്കാതിരിക്കാനും അതുപോലെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും ഒക്കെ ശരിക്കും സോഷ്യലി അവരെ വെൽ സെറ്റിൽഡ് ആക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി അവരെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിലുള്ള മറ്റുള്ളവരോട് ഇടപഴകാൻ ഇവര് 5 വയസ്സിലും 50 വയസ്സിലും ഒക്കെ അവരുടെ നിഷ്കളങ്കത ഒന്ന് തന്നെയാണ്. ലോകമത മാത്സര്യാദികളൊന്നുമില്ലാതെ നിഷ്കളങ്കമായിട്ട് അവരുടെ പ്രായത്തെ പറ്റിയോ അവരുടെ ഒന്നും അവർ ബോധേഡല്ല. അവർക്ക് ഒന്നിനെ പറ്റിയും ബോധർ ചെയ്യേണ്ട കാര്യവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ അവരുടെ നിലയിലേക്ക് എത്തണമെങ്കിൽ ഒരു ഈഗോ ഇല്ലാതെ യാതൊരു വിധ വിഷമങ്ങളും പിന്നെ വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവും. അത് ശരി. അത് അവരുടെ ചില കാര്യങ്ങൾക്ക് അവരുടേതായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. അല്ലാതെ അവർ അനാവശ്യമായിട്ട് ഒരു ദേഷ്യവും ആരോടും പ്രകടിപ്പിക്കാറില്ല. പിന്നെ ആ ഒരു നിഷ്കളങ്ക ജീവിതങ്ങളോട് ഇഴുകി ചേരുമ്പോൾ നമ്മൾ വേറൊരാളായി മാറുകയാണ് ചെയ്യുന്നത്. സോഷ്യലൈസേഷൻ, അതാണ് ഈ ഒരു ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? എന്തായാലും വളരെ അത്ഭുതമായിരിക്കുന്നു. നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. മകന് വേണ്ടി ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നു, മകനെ പോലുള്ള മറ്റു കുട്ടികൾക്ക് വേണ്ടി മറ്റൊരു കോഴ്സ് സ്വായത്തമാക്കുന്നു. വളരെ അത്ഭുതമായിരിക്കുന്നു ഷീബ ചേച്ചിയുടെ ജീവിതം. ഇവിടെ ഈ മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറയുന്നതിൽ ഞങ്ങൾ ഒത്തിരി പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പലരും വോളണ്ടറി സർവീസ് ആയിട്ടാണ്, ഡോക്ടേഴ്സൊക്കെ വോളണ്ടറി സർവീസ് ആയിട്ടാണ് വന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈക്കോതെറാപ്പി എന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. കാരണം രക്ഷിതാക്കൾക്ക് അവരുടെ വിഷമങ്ങൾ പറയാനും വ്യക്തിപരമായിട്ടും കുഞ്ഞുങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ പറയാനും ഒക്കെ ഇവിടെ അവര് നമ്മളെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ ഈ സൈക്കോതെറാപ്പിസ്റ്റിന് സമയത്ത് കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ സൈക്കോളജി ഒരു വിഷയമായിട്ട് എടുത്ത് പഠിക്കുകയാണ് ചെയ്തത്. അതിനു മുമ്പ് എനിക്ക് ഡിഗ്രി മുടങ്ങി കിടന്നിരുന്നു. അപ്പോൾ അത് സുവോളജി ആയിരുന്നു. എനിക്ക് കാഴ്ചപരിമിതി മൂലം അത് തുടരാൻ പറ്റിയില്ല. അങ്ങനെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഒന്നേന്ന് പിന്നീട് സോഷ്യോളജി എടുത്ത് പഠിക്കുകയും അതിനുശേഷം ക്ലിനിക്കൽ സൈക്കോളജിയിലേക്ക് വരികയും ചെയ്തു. ഇതൊക്കെ നേരത്തെ ഞാൻ ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എടുത്തപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ ഡിപ്ലോമ എടുത്തതിന്റെ ഒരു ധൈര്യത്തിൽ, അന്ന് പഠിച്ചതിന്റെ ധൈര്യത്തിലാണ് ബാക്കി ഫോളോ ചെയ്തു വന്നത്. അപ്പോൾ സൈക്കോളജി എടുത്തു പഠിച്ചു. ഈ കോഴ്സുകൾക്കൊക്കെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു 2 വിഷയങ്ങൾക്കും, ഡിഗ്രിക്കും അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിയും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇത്തരം കോഴ്സുകൾ പഠിച്ചത് രക്ഷിതാക്കളുമായി സംവദിക്കുന്നതിന് ഒരു സഹായകമായി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരിക്കും എനിക്ക് ഈ ഒരു സൈക്കോളജിയിലുള്ള പഠനം രക്ഷിതാക്കളോട് സംവദിക്കുന്നതിൽ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. ശ്രോതാക്കളെ, മദർ ടച്ചിന്റെ വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. ശിവചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത പ്രതിഭാസല്ലാപത്തിൽ കേൾക്കാം. അതുവരെ ഏവർക്കും നമസ്കാരം. നിങ്ങൾ കേട്ടത് ശ്രീമതി ഷീബ വർക്കലയുമായി ഡോക്ടർ ബീന കൃഷ്ണൻ, ശ്രീ സജു ബാലരാമപുരം എന്നിവർ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ 3ാം ഭാഗം. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത പ്രതിഭാസല്ലാപത്തിൽ കേൾക്കാം. പ്രതിഭാസല്ലാപം സമാപിക്കുന്നു. ശ്രോതാക്കളെ, പ്രതിഭാ ഹൃദയവാണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പ് സന്ദേശമായോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 7025913371. നമ്പർ ഒരിക്കൽ കൂടി 7025913371. ഇമെയിൽ ID പ്രതിഭാഹൃദയവാണി2020@gmail.com. പ്രതിഭാഹൃദയവാണി2020@gmail.com. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലും രേഖപ്പെടുത്താവുന്നതാണ്. പ്രതിഭാഹൃദയവാണിയിൽ അടുത്തത് ഗാനവീഥി. ചലച്ചിത്ര ഗാനങ്ങളെ ആസ്പദമാക്കി ശ്രോതാക്കളുടെ പങ്കാളിത്തത്തോടുകൂടി പ്രതിഭാഹൃദയവാണി അവതരിപ്പിക്കുന്ന ചോദ്യോത്തര പരിപാടി.
ഗാനവീഥി ചലച്ചിത്ര ഗാനത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തര പരിപാടി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RLV സനോജ് പുറമറ്റം. നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനവീഥിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗാനവീഥിയിൽ ഞാൻ നിങ്ങളോടൊപ്പം RLV സനോജ് പുറമറ്റം. ആദ്യമേ കഴിഞ്ഞ ആഴ്ചത്തെ ഗാനവീഥിയിൽ ചോദിച്ച ചോദ്യത്തിന് ശരിയുത്തരം പാടിയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കി വരാം. ഞാൻ കൊല്ലത്ത് നിന്നും സന്ധ്യാദേവി. കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോട് കണ്ണോരം ചേരുന്നു നാം. പെയ്തിട്ടും പെയ്തിട്ടും തോരാതെ വീണ്ടും വാർമേഘത്തെല്ലായി മാറുന്നു നാം. ഞാറ്റുവേലക്കാലങ്ങളേറെ പോയി മറഞ്ഞു ദൂരെ, ഇന്നലെകൾ തൂമഞ്ഞു പോലെ മെല്ലെ മാഞ്ഞതെന്തേ. എന്തെല്ലാം എന്തെല്ലാം ചൊല്ലാതെ ചൊല്ലി കണ്ണീരും പൂന്തേനും കൈമാറി നാം. എന്നിട്ടും പിന്നെന്തോ തേടുന്നില്ലേ. നമസ്കാരം, ഞാൻ അംബിക കോട്ടയ്ക്കൽ. കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോട് കണ്ണോരം ചേരുന്നു നാം. പെയ്തിട്ടും പെയ്തിട്ടും തോരാതെ വീണ്ടും വാർമേഘത്തെല്ലായി മാറുന്നു നാം. ഞാറ്റുവേലക്കാലങ്ങളേറെ പോയി മറഞ്ഞു ദൂരെ, ഇന്നലെകൾ തോമഞ്ഞു പോലെ മെല്ലെ മാഞ്ഞതെന്തേ. എന്തെല്ലാം എന്തെല്ലാം ചൊല്ലാതെ ചൊല്ലി കണ്ണീരും പൂന്തേനും കൈമാറി നാം. എന്നിട്ടും പിന്നെന്തോ തേടുന്നില്ലേ. ഈ ഗാനം 2017 പുറത്തിറങ്ങിയ വില്ലൻ എന്ന ചിത്രത്തിനു വേണ്ടി BK ഹരിനാരായണൻ ലിറിക്സ്, സംഗീതം ഫോർ മ്യൂസിക്, ഗാനഗന്ധർവൻ KJ യേശുദാസ് ആലപിച്ചിരിക്കുന്നു. ഇന്നത്തെ ഗാനവീഥിയിലെ ചോദ്യം ഇതാണ്. നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ, നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ, നിന്മന്ദഹാസമാം ബോധനിലാവിൽ എൻ മനക്കണ്ണുകൾ വിടരട്ടെ. അപ്പോൾ ഈ ഗാനത്തിന്റെ പല്ലവി ശ്രോതാക്കൾ പാടി റെക്കോർഡ് ചെയ്ത് പ്രതിഭ ഹൃദയവാണിയുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. വാട്സപ്പ് നമ്പർ 7025913371 70 25 91 33 71. ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ മറ്റ് ശബ്ദങ്ങൾ ഒന്നും തന്നെ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ പേരും ആ ഓഡിയോയിൽ തന്നെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. നിങ്ങൾ കേട്ടത് ഗാനവീഥി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RLV സനോജ് പുറമറ്റം. ഗാനവീഥി സമാപിച്ചു. प्रतिभा हृदयवाणी.
പരിപാടികളിൽ അവസാനമായി പാചകരംഗം, രുചിഭേദങ്ങളുടെ ശ്രവ്യാനുഭവം. പാചകരംഗം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കുമാരി രമി കൊല്ലം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കൊല്ലത്തുനിന്ന് രമിയാണ് നിങ്ങളോടൊപ്പം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫ്രൈ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ്. അത് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. 1 കിലോ ബസ്മതി അരി കഴുകി ഒരു 20 സെക്കൻഡ് കുതിർക്കാൻ വയ്ക്കുക. എന്നിട്ട് 4 സവാള നൈസായിട്ട് നീളത്തിന് അരിഞ്ഞെടുക്കുക. 5 പച്ചമുളക് അരിഞ്ഞെടുക്കുക. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാറ്റി വയ്ക്കുക. പിന്നെ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് അതും മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതിന് ആവശ്യമായ മസാലസ് എന്തെന്നാണ് നോക്കുന്നത്. ചിക്കൻ പുരട്ടാനായിട്ട് അതിന് 4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ്. അതിലേക്ക് 2 സ്പൂൺ തൈര്, ഒരു പകുതി നാരങ്ങ നീര് എന്നിവ പുഴിഞ്ഞ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് 3 വറ്റൽമുളക്, കടുക്, കറിവേപ്പില എന്നിവ എണ്ണ ഒഴിച്ച് എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്കിട്ട് പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന തക്കാളി എന്നിവ ഇട്ട് അതിലേക്ക് 4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ മസാല സെറ്റ് ചെയ്യാനായിട്ട് വെച്ചില്ലേ, അത് പുറത്തെടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് മറ്റൊരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്ത് ചിക്കൻ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി 1 കിലോ കുക്കർ എടുത്ത് അതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് 1 വിസിലിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് അലങ്കാരത്തിന് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിൽ പൊരിച്ചെടുക്കുക. മൊരിച്ച് അത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം 2 ബ്രെഡ് ചെറിയ സ്ലൈസായിട്ട് അതും നെയ്യിൽ വഴറ്റി മാറ്റി വയ്ക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിങ്ങ നെയ്യിൽ വഴറ്റി അതും മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഫ്രൂട്ടാനെട്ടി എന്ന് പറഞ്ഞിട്ട് പല കളറിൽ കിട്ടും കടയിൽ, അത് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഈ റൈസ് നേരത്തെ വേവിച്ച് വെച്ചില്ലേ, അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. മാറ്റിയിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രേവി നിരത്തി വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ചോറ് വെക്കുക. ചോറ് വെച്ചിട്ട് അതിന് മുകളിൽ പിന്നെ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിൻ്റെ മുകളിലേക്ക് ഗ്രേവി വെക്കുക. അതിൻ്റെ മുകളിൽ ചോറ്, പിന്നെയും നെയ്യ് ഒഴിച്ചിട്ട് ഫ്രൂട്ടാനെട്ടി വിതറിയിടുക. വിതറിയിട്ടതിന് ശേഷം കുറച്ച് കാഷ്യനട്ട്, ഉണക്കമുന്തിരിങ്ങയും നെയ്യിൽ വറുത്തത് ഇടുക. അതിന് മുകളിലായിട്ട് സവാള മൊരിച്ചത് ഇടുക. അതിന് മുകളിലായിട്ട് ബ്രെഡ് ക്രംസ് മൊരിച്ചത് ഇടുക. അതിന് മുകളിലായിട്ട് പിന്നെ കാഷ്യനട്ട്, ഉണക്കമുന്തിരിങ്ങയും ഇടുക. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പ്, തക്കോലം എന്നിവ നെയ്യിൽ വറുത്ത് അതും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം വിസിൽ മാറ്റി ഒരു 5 മിനിറ്റ് ആവി കയറ്റി എടുത്താൽ മതിയാവും. രുചികരമായ ചിക്കൻ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. ഈ റെസിപ്പി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കേട്ടത് പാചകരംഗം തയ്യാറാക്കി അവതരിപ്പിച്ചത് കുമാരി രമി കൊല്ലം. പാചകരംഗം സമാപിച്ചു. ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. 3G സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏത്? 3G സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏത്? ഉത്തരം കോഴിക്കോട്. ഉത്തരം കോഴിക്കോട്. ഇതോടുകൂടി പ്രതിഭാ ഹൃദയവാണിയുടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. സാങ്കേതിക സഹായം, ശബ്ദമിശ്രണം ശ്രീ സജു ബാലരാമപുരം, ചിത്രസംയോജനം മുഹമ്മദ് ആഷിഖ് കക്കോട്, നിർവഹണം ശ്രീ മറിയപ്പള്ളി എൻ ഗോപകുമാർ, ഡോക്ടർ ബീന കൃഷ്ണൻ. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം
ജസീല മഞ്ചേരി. എല്ലാ മാന്യശ്രോതാക്കൾക്കും നമസ്കാരം. പ്രതിഭ ഹൃദയവാണി, കാഴ്ച പരിമിതരുടെ ഓൺലൈൻ റേഡിയോ. ഹൃദയതാളത്തിനൊപ്പം കാതോർത്ത്. പ്രതിഭ ഹൃദയവാണി.